പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ക്രിസ്റ്റി. ഞാൻ പാലാ രൂപതയിലെ വിളക്കുമാടം ഇടവകയിൽ നിന്ന് വരുന്നു. 2022 മെയ് മാസം 21 തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ അടുത്ത് നിൽക്കുന്നത് എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞുമാണ്. എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ആദ്യം സാക്ഷ്യം പറയുന്നത്. അവൻ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ വളർച്ചക്കുറവും തൂക്കക്കുറവുമായിരുന്നു. ജനിച്ച് 1.5 വർഷമായിട്ടും സാധാരണ കുഞ്ഞുങ്ങളെ പോലെ കമന്ന് കിടക്കാനോ നീന്താനോ ഒന്നും തുടങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ MRI ചെയ്യാനും ESAയിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കൃപാസനത്തെപ്പറ്റി അറിയുന്നതും ഇവിടെ വരാനിടയായതും. എൻ്റെ അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്തത്. അമ്മ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ കുഞ്ഞിന് മാറ്റമുണ്ടായി. അവൻ കമന്ന് കിടക്കാനും പിടിച്ചുകൊണ്ടിരിക്കാനും തുടങ്ങി. അതിനുശേഷം പിന്നീടും നടക്കാൻ കാലതാമസം വന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെയും ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ 8 മാസം മുടങ്ങാതെ ഫിസിയോതെറാപ്പി ചെയ്യണം. അവൻ്റെ 2 കാലുകൾക്കും ബലമില്ല. ഫിസിയോതെറാപ്പി ചെയ്താലും നടക്കുന്ന കാര്യം സംശയമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ ടോക്കൺ ലഭിച്ചു. അച്ഛൻ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം തന്നെ അവൻ സിറ്റിയിൽ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. ആ ദിവസങ്ങളിൽ തന്നെ അവൻ പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. ഇപ്പോൾ അവന് യാതൊരു കുഴപ്പവുമില്ല. അടുത്ത മാസം 4 വയസ്സാകും. 27-ാം തീയതി പിടിക്കാതെ നടക്കാൻ തുടങ്ങി. അതുപോലെ അവനൊന്നും സംസാരിക്കില്ലായിരുന്നു. അമ്മ എന്ന് പോലും വിളിക്കില്ലായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവൻ എല്ലാ വാക്കുകളും സംസാരിക്കുന്നു. നന്നായി പാട്ട് പാടും. ഒരു കുഴപ്പമില്ല. അതുപോലെ അവൻ്റെ തല അവൻ്റെ ശരീരത്തേക്കാൾ ഒരുപാട് വലുതായിരുന്നു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തലയുടെ വലിപ്പമെല്ലാം കുറഞ്ഞ് അത് നോർമലായി. അതുപോലെ അവന് ഭയങ്കര പേടിയാണ്. ചില വസ്തുക്കൾ, വലിയ ശബ്ദങ്ങൾ ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അതും അമ്മ സൗഖ്യപ്പെടുത്തി. അതുപോലെ തന്നെ അവന് 2 വയസ്സായിരിക്കുമ്പോൾ അവൻ്റെ 2 കാലിൻ്റെ ഉപ്പൂറ്റികളിൽ ഓരോ മുഴ പോലെ വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ സർജറി ചെയ്യണം, അല്ലെങ്കിൽ അവന് നടക്കില്ല, നിൽക്കാനൊന്നും പറ്റുകയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ സർജറി ഒന്നും ചെയ്യാൻ പോയില്ല. ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി 1 മാസത്തോളം വിശ്വാസത്തോടെ പുരട്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ആ 1 മാസങ്ങൾക്ക് ശേഷം ആ 2 കാലിലെ ഉപ്പൂറ്റികളിലെ മുഴകൾ ചുങ്ങി അപ്രത്യക്ഷമായി. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ ഞാൻ 8 തവണ കേട്ടറ്റ് എക്സാം എഴുതിയിട്ടും എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. ഉടമ്പടി എടുത്തു. 7-ാം തവണ ഉടമ്പടി പുതുക്കിയപ്പോൾ അമ്മ എനിക്ക് കേട്ടറ്റ് തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ ഞങ്ങൾക്കാണെങ്കിലും കുഞ്ഞിനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പ്, തേന്, തൈലം എന്നിവ ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചു. രോഗസൗഖ്യങ്ങളും ലഭിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ 6 കിലോമീറ്റർ അകലെ അപ്പച്ചന്മാരുടെ ഒരു മന്ദിരമുണ്ട്. അവിടെ പോയി അവിടുത്തെ ശുശ്രൂഷകളിലൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഉടമ്പടി കൃപാസനം പത്രം അത് ഞങ്ങളുടെ ആ ഏരിയയിലുള്ള എല്ലാ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ക്രിസ്റ്റി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, കൃപാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് നമ്മൾ പങ്കുചേരുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടാണ് ത്രിയേക ദൈവവുമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം പറയുന്ന വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന അമ്മയോട് ചേർന്ന് നിന്നോട് ത്രിയേക ദൈവവുമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതവും ദൈവവുമായിട്ട് വിശ്വാസത്തിൽ ഐക്യപ്പെടുന്ന ജീവിതമായിട്ട് മാറിത്തീരുമ്പോഴാണ് നമ്മളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. നമ്മളെ മുൻപിൽ ഈ സഹോദരി സാക്ഷ്യം പറയുമ്പോൾ ഈ സഹോദരി പറയുന്നുണ്ട്, ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് ജോസഫ് അച്ഛൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് കടന്നുപോയി വിശ്വാസത്തോടു കൂടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അഭിഷേകമാകുവാനായിട്ട് പ്രാർത്ഥന നടത്തുമ്പോൾ കുഞ്ഞിന് രോഗസൗഖ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ സ്നേഹവും കരുതലും ലഭിക്കുന്നതായിട്ട് ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചു. അതുപോലെ തന്നെ ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ഈ സഹോദരിക്കും കുടുംബത്തിനും സാധിച്ചുവെന്ന് ഈ സഹോദരി പറഞ്ഞു.
ഉടമ്പടിയിലായിരിക്കുന്നവർ പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ഈ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.